മുല്ലപ്പെരിയാർ അണക്കെട്ട് സുരക്ഷിതമാണെന്ന് സ്ഥാപിക്കാൻ തമിഴ്നാട് ഉന്നയിക്കുന്ന വാദങ്ങളും അതിനുള്ള കേരളത്തിന്റെ മറുപടിയും നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഒട്ടനവധി പ്രത്യേകതയുള്ള മുല്ലപ്പെരിയാറിനെ മറ്റ് അണക്കെട്ടുകളുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ വിഡ്ഢിത്തരമാണ്. കേവലം 50 വർഷത്തെ ആയുസ് മാത്രം പ്രതീക്ഷിച്ചു നിർമ്മിച്ച ഡാം 129 വർഷങ്ങൾ പിന്നിട്ട് കേരളത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ഒരു ജലബോംബായി നിൽക്കുകയാണ് എന്നതാണ് സത്യം. ഇങ്ങനെയൊക്കെയാണെങ്കിലും മുല്ലപ്പെരിയാർ ഡാം തകരുമെന്ന ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് നമ്മുടെ കേരള സർക്കാരും പറയുന്നത്. ഇവിടെയുള്ള മുല്ലപ്പെരിയാർ ഡാം അത് അത്യന്തം അപകടകരമായ നിലയിലാണ് എന്ന് സാങ്കേതിക വിദഗ്ധരാണ് പറയുന്നത്. അത്തരമൊരു ആപൽ സ്ഥിതി നിലനിൽക്കുമ്പോഴാണ് ഭൂചലനം കൂടെ ഉണ്ടായത്. റിക്ടർ സ്കെയിൽ 6 മേലെ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാം തകർന്നേക്കാനിടയുണ്ട്. തകരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ സർക്കാർ പറയുന്നത് പോലെ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെങ്കിൽ പുറത്തുനിന്ന് ഡാമിലേക്ക് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ പ്രവേശിപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഒരു വിചിത്രമായ കാരണമുണ്ട്. പറയാം. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് 1400 കോടി രൂപയെങ്കിലും വേണ്ടിവരുമെന്നാണ് ജലസേചന വകുപ്പ് പറയുന്നത്. ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് 366 മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. 2011 ആദ്യ റിപ്പോർട്ടിൽ ചെലവ് 600 കോടിയാണ് കണക്കാക്കിയിരുന്നത്. തമിഴ്നാട് അനുമതി നൽകിയാൽ 5 മുതൽ 8 വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് പ്രതീക്ഷ. പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തമിഴ്നാടിൻ്റേത്. എന്നാൽ 600 കോടിയിൽ നിന്നും ഇപ്പോൾ 1400 കോടി എന്ന രൂപയിലേക്കാണ് പുതിയ ഡാം നിർമ്മിക്കാനുള്ള പദ്ധതി എത്തി നിൽക്കുന്നത്. പുതിയ അണക്കെട്ട് നിർമ്മിക്കാമെന്ന് കേരളം പറയുമ്പോൾ തമിഴ്നാട് ഇടയുന്നതിന് കാരണമുണ്ട്. ലോകത്തെ പഴക്കമേറിയതും ഏറ്റവും ഉയരമുള്ളതുമായ ഗ്രാവിറ്റി ഡാമാണിത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1887 നിർമ്മാണം ആരംഭിക്കുകയും 1896 പൂർത്തിയാവുകയും ചെയ്ത ഡാം വിശാഖം തിരുനാൾ മഹാരാജാവിനെ സമ്മർദ്ദത്തിലാക്കി തമിഴ്നാടിന് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ്. തമിഴ്നാടിന്റെ വരൾച്ച ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത്. മുല്ലയാറും പെരിയാറും സംഗമിച്ച് ഒറ്റ നദിയായി തീരുന്ന നദിയിൽ ഡാം കെട്ടി വൈഗാ നദിയിലേക്ക് ഒഴുക്കിവിടാനായിരുന്നു പ്ലാൻ. അക്കാലത്ത് ഇന്ത്യയിൽ സിമന്റ് ഫാക്ടറികളോ സിമന്റിന്റെ ഉപയോഗമോ ഇല്ലായിരുന്നു. മണലും കുമ്മായവും ചേർത്ത സുർക്കി എന്ന മിശ്രിതമാണ് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. കരിങ്കല്ലും സുർക്കി മിശ്രിതവും മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മുല്ലപ്പെരിയാർ. കാലപ്പഴക്കം കൊണ്ട് സുർക്കി മിശ്രിതം ഒലിച്ചു പോവുകയും ഡാമിന് വൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ മേഖല ഭൂകമ്പ ബാധിത മേഖല കൂടിയാണ്. അനേകം തവണ ചെറിയ ഭൂചലനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മേഘവിസ്ഫോടനം കൊണ്ടോ പ്രളയം കൊണ്ടോ ബലക്ഷയം കൊണ്ടോ ഡാം തകരാൻ സാധ്യതയുണ്ടെന്ന് ജനങ്ങൾ ഭയപ്പെടുന്നു. ഡാം പൊട്ടിയാൽ അതിന്റെ ആഘാതം താങ്ങാൻ കേരളത്തിന് കഴിയില്ല. കുത്തിയൊലിച്ചു വരുന്ന വെള്ളവും വൃക്ഷങ്ങളും തകരുന്ന കെട്ടിടാവശിഷ്ടങ്ങളും ഇടുക്കി ഡാമിൽ എത്താൻ 45 മിനിറ്റ് മതിയാകും. ജലപ്രവാഹത്തിൽ എല്ലാം നശിക്കും. ഇടുക്കി ഡാമിലെത്തുന്ന ഈ ജലവും മറ്റും ഡാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ഇടുക്കി ഡാം കൂടി തകർന്നാൽ കേരളത്തിലെ 6 ജില്ലകൾ ചെളിക്കുണ്ടായി മാറും. 3 നില കെട്ടിടത്തിന്റെ അത്ര പൊക്കത്തിൽ ചെളി നിറയുകയും കേരളം 3 ഭാഗമായി വിഭജിക്കപ്പെടുകയും ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ചിത്രങ്ങൾ എടുക്കാൻ അനുവാദമില്ലാത്തതും സാധാരണക്കാരെ ആരെയും അങ്ങോട്ട് കടത്തിവിടാത്തതും? യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ എന്നല്ല, ലോകത്തിലെ പല സുപ്രധാനമായിട്ടുള്ള ഡാമുകളിലും സന്ദർശനം നിരോധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള ഡാമുകളുടെ ചിത്രങ്ങളോ മറ്റോ വ്യക്തമായി പകർത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് ശത്രുരാജ്യങ്ങളുടെ കൈകളിലോ ശത്രുപ്രദേശങ്ങൾക്കോ ലഭിച്ചാൽ അവർ ഇത്തരത്തിലുള്ള ഡാമുകളുടെ ഘടനയെക്കുറിച്ച് പഠിക്കുകയും അവകളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം. ഡാമുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജലബോംബായതിനാൽ തന്നെ സുപ്രധാനമായിട്ടുള്ള അണക്കെട്ടുകളെ സർക്കാരുകൾ രഹസ്യ സ്വഭാവത്തോടു കൂടി സംരക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത് തന്നെയായിരിക്കണം മുല്ലപ്പെരിയാർ ഡാമിലും സംഭവിക്കുന്നത്. ഏതായാലും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു.
ഏതായാലും മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയത്തെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.